അത് ഓർത്തു വെക്കുക. നല്ലൊരു ചോദ്യമാണിത്. LP-UPക്ക് വളരെ പ്രയോജനകരമാകും ഈ ഒരു പോയിന്റ്. പക്ഷേ ഏറെ പ്രിയങ്കരായ എൻ്റെ കേറ്ററ്റ് LPSA UPSA ഉദ്യോഗാർത്ഥികളെ, എന്താണ് കേറ്ററ്റ് പഠിക്കുന്നത് കൊണ്ട് LP-UP പരീക്ഷയ്ക്കുള്ള പ്രയോജനം? കേറ്ററ്റ് പരീക്ഷ അത് നിങ്ങൾ എഴുതിയെടുക്കാൻ വേണ്ടി സമർത്ഥമായ രീതിയിൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് എങ്ങനെയാണ് LP-UP പരീക്ഷയ്ക്ക് ലഭിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. രണ്ടും ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ്. രണ്ടാമത്തേതിലേക്കുള്ള യാത്രയ്ക്ക് നിങ്ങൾക്ക് പ്രചോദനമാകുന്നത്, വഴികാട്ടിയാകുന്നത്, നിങ്ങൾക്ക് യോഗ്യത ഉണ്ടാവുന്നത് കേറ്ററ്റ് പരീക്ഷയിലൂടെയാണ്. ആ കേറ്ററ്റ് പരീക്ഷയും അതിനെ തുടർന്നുള്ള LPSA UPSAയും HSAയുമാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ നിങ്ങൾ ഇത് പൂർണ്ണമായും കാണുക. ഒരു കേറ്ററ്റിന്റെ ടോപ്പിക്ക് പഠിക്കുന്നതിലൂടെ LPSAക്ക് എന്താണ് നേട്ടം എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇതിന്റെ രണ്ടിന്റെയും പ്രധാനപ്പെട്ട ലേണിംഗ് തിയറീസും ലേണിംഗുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഫാക്റ്റുകളും എല്ലാം ഒരേപോലെയാണ്. ഒന്ന് പഠിച്ചാൽ തന്നെ രണ്ടിനും പ്രയോജനകരമാകും എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാകുക. അങ്ങനെ ഒരു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ആദ്യമേ ഒരു ചോദ്യം നോക്കാം. കേറ്ററ്റിന്റെ ഒരു ചോദ്യം നോക്കാം. സർഗാത്മകതയെ സംബന്ധിച്ച് രണ്ട് പ്രസ്താവനകളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. സർഗാത്മകതയെ സംബന്ധിച്ച് രണ്ട് പ്രസ്താവനകൾ താഴെ കൊടുത്തിരിക്കുന്നു. അതായത് 2 statements regarding creativity given below. ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്ന ഒരു ആസ്പെക്ട്, ഒരു കണ്ടന്റ്, ഒരു ഏരിയ നമ്മളെ സംബന്ധിച്ചിടത്തോളം കുട്ടികളുമായി അഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ക്രിയേറ്റീവ് ആയിട്ടുള്ള കുട്ടികളെ നിർമ്മിച്ചെടുക്കുക, ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഓരോ അധ്യാപകനെ സംബന്ധിച്ചിടത്തോളവും അവൻ്റെ പ്രധാനപ്പെട്ട നടപടികളിൽ ഒന്നാണ്. സോ ആ സർഗാത്മകതയെ സംബന്ധിച്ച ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഒന്ന് നോക്കാം. സർഗാത്മകത പഠനത്തിൽ നിന്നും ലഭിക്കുന്ന ഒരു പെരുമാറ്റ രീതി മാത്രമാണ്. ക്രിയേറ്റിവിറ്റി ഈസ് എ ലേൺഡ് ബിഹേവിയർ ഓൺലി എന്നാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. 2, സർഗാത്മകതയും ബുദ്ധിയും നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്. ക്രിയേറ്റിവിറ്റി ആൻഡ് ഇന്റലിജൻസ് ആർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. 2 സ്റ്റേറ്റ്മെന്റ്. ഈ 2 സ്റ്റേറ്റ്മെന്റും നമുക്ക് LP-UPക്കും ആവശ്യമുണ്ട്. ഈ 2 സ്റ്റേറ്റ്മെന്റും നമുക്ക് കേറ്ററ്റിനും ആവശ്യമുണ്ട്. കാരണം ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ സർഗാത്മകത എന്ന് പറയുന്നത് ഇത് രണ്ടുമായി ബന്ധപ്പെട്ട ഒരു കോമൺ ടോപ്പിക്കാണ്. അപ്പോൾ കേറ്ററ്റിന് നന്നായിട്ട് പഠിച്ചാൽ UPയുടെ LPയുടെ സിലബസുകളിൽ നിന്ന് ഒരു നല്ല ഭാഗം തന്നെ എന്ത് ചെയ്യാൻ കഴിയും, നമുക്ക് കവർ ചെയ്യാൻ കഴിയും എന്നുള്ള കാര്യം കൃത്യമായി മനസ്സിലാക്കുക. അതിനനുസരിച്ച് ഗൈഡൻസ് ഉള്ള അധ്യാപകരുടെ കീഴിൽ നിങ്ങൾ പരിശീലനം ചെയ്യുക. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് സർഗാത്മകതയെ സംബന്ധിച്ച 2 പ്രസ്താവനകളിൽ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് സർഗാത്മകത പഠനത്തിൽ നിന്നും ലഭിക്കുന്ന ഒരു പെരുമാറ്റ രീതി മാത്രമാണ്. 2, സർഗാത്മകതയും ബുദ്ധിയും നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. എന്താണ് ഇത് ഈ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് നമുക്ക് ഈ ടോപ്പിക്കിലൂടെ ഒന്ന് നോക്കാം. എന്താണ് സർഗാത്മകത? ക്രിയേറ്റിവിറ്റി എന്ന് നമുക്ക് പറയും. ക്രിയേറ്റ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ക്രിയേറ്റ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ക്രിയേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാക്കുക എന്നതാണ്, അല്ലെ? തോമസ് ആൽവ എഡിസൺ ബൾബിന്റെ ഫിലമെന്റ് കണ്ടുപിടിച്ചു. നമ്മൾ ജനിച്ച നാളെ മുതൽ, ഓർമ്മ വെച്ച കാലം മുതൽ സ്വിച്ച് ഇടുമ്പോൾ ലൈറ്റ് കത്തുന്നു. ഈ ലൈറ്റ് കത്തുന്നത് എങ്ങനെയാണ്? ആയിരക്കണക്കിന് 10,000-കണക്കിന് കണ്ടുപിടുത്തങ്ങൾ നടത്തിയ തോമസ് ആൽവ എഡിസൺ ആ കണ്ടുപിടുത്തങ്ങളെല്ലാം ക്രിയേറ്റീവ് വർക്ക് എന്ന് ഞാൻ പറയും. കാരണം അതിനു മുമ്പ് ബൾബിന്റെ ഫിലമെന്റ് ആരും കണ്ടെത്തിയില്ല. അതുകൊണ്ട് തന്നെ അത് സർഗപരമായ, അത് സർഗാത്മകതയാണ്, അത് ക്രിയേറ്റിവിറ്റിയാണ്. റേഡിയോ കണ്ടെത്തിയത് മാർക്കോണിയാണ്. സ്വാഭാവികമായും അതിനു മുമ്പ് ആരും റേഡിയോ നിർമ്മിച്ചില്ല. കമ്പ്യൂട്ടർ കണ്ടെത്തിയത് ചാൾസ് ബാബേജ് ആണ്. അതിനു മുമ്പ് ആരും നിർമ്മിച്ചില്ല. അതുകൊണ്ട് ചാൾസ് ബാബേജിന്റെ ക്രിയേറ്റീവ് വർക്കാണ് കമ്പ്യൂട്ടർ. മാർക്കോണിയുടെ ക്രിയേറ്റീവ് വർക്കാണ് ഏത്? റേഡിയോ. അപ്പൊ സ്വാഭാവികമായും പൂർണ്ണമായോ ഭാഗികമായോ ഉള്ള ഒരു പുതുമയുടെ നിർമ്മിതിയാണ് സർഗപരത എന്ന് പറയുന്നത്, അതായത് സർഗാത്മകത എന്ന് പറയുന്നത്. അങ്ങനെ ഡിഫൈൻ ചെയ്തത് ക്രിയേറ്റിവിറ്റിയെ സ്റ്റാഗ്നറും കാർവോസ്കിയുമാണ്. എന്താ പറഞ്ഞത്? പൂർണ്ണമായോ ഭാഗികമായോ ഉള്ള ഒരു പുതുമയുടെ നിർമ്മിതിയാണ് സർഗപരത, ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ 3 എക്സാമ്പിളും അതിന് ഉദാഹരണമല്ലേ. 2, പുതിയതോ പുതുമയുള്ളതോ ആയ ഒരാശയത്തെയോ ഒരു വസ്തുതയെയോ സൃഷ്ടിക്കാനോ കണ്ടെത്താനോ ഉള്ള ഒരു വ്യക്തിയുടെ ശേഷിയാണ് സർഗാത്മകത എന്ന് ഗിൽഫോർഡ് പറഞ്ഞു. അതും സെയിം മീനിങ്ങിലുള്ള മറ്റൊരു ഡെഫിനിഷൻ. അപ്പോൾ ക്രിയേറ്റീവാണ്. ഇപ്പോൾ നിങ്ങൾ മൊബൈൽ ഫോണിൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നു. മൊബൈൽ ഫോൺ കണ്ടെത്തിയത് ഒരു ക്രിയേറ്റീവ് വർക്കല്ലേ?
എന്നാൽ നിങ്ങളൊരു സിനിമ കാണുമ്പോൾ അതിനകത്തെ സ്ക്രിപ്റ്റ് ക്രിയേറ്റീവ് വർക്കായിരിക്കാം. നിങ്ങളൊരു പുസ്തകം വായിക്കുമ്പോൾ അതിനകത്തുള്ള കണ്ടന്റുകൾ ക്രിയേറ്റീവ് ആയിരിക്കാം. അപ്പൊ സ്വാഭാവികമായിട്ടും പുതിയതോ പുതുമയുള്ളതോ ആയ ഒരാശയത്തെയോ ഒരു വസ്തുതയെയോ സൃഷ്ടിക്കാനോ കണ്ടെത്താനോ ഉള്ള ഒരു വ്യക്തിയുടെ ശേഷിയാണ് സർഗാത്മകത. അങ്ങനെ ആരാണ് പറഞ്ഞത്? ഗിൽഫോർഡ്, ഫേമസ് ആയിട്ടുള്ള ഒരു സൈക്കോളജിസ്റ്റ് ആണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ പുതിയതായി ഒന്ന് നിർമ്മിക്കുക. എടാ, കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ലോകത്തിന്റെ നെറുകയിലേക്ക് ഇന്ത്യയെ വളർത്തിയെടുക്കേണ്ടതിന്റെ ആവശ്യകത അവരുടെ കരങ്ങളിലാണ്. നമ്മൾ പഠിപ്പിക്കുന്ന 40 കുട്ടികളിൽ എത്ര കുട്ടികൾക്ക് ക്രിയേറ്റീവ് പേഴ്സണാലിറ്റി, ക്രിയേറ്റീവ് തിങ്കിങ് ഉണ്ട് എന്ന് നമ്മൾ ചിന്തിക്കണം. അതിനെ പരിപോഷിപ്പിക്കണം. അതുകൊണ്ട് ടീച്ചേഴ്സ് ആകാൻ താല്പര്യമുള്ളവർ ടീച്ചേഴ്സ് ക്രിയേറ്റിവിറ്റിയെ കുറിച്ച് അറിഞ്ഞിരിക്കണം. അത് നിർബന്ധമല്ലേ? അത് കേറ്ററ്റിനും സീറ്ററ്റിനും അതോടൊപ്പം തന്നെ LPSC UPSCക്കും അത്യന്താപേക്ഷിതമാണ്. പാരമ്പര്യ ഘടകങ്ങളും സർഗപരമായ പരിസരവും സർഗാത്മകതയെ സ്വാധീനിക്കുന്നു. ഒന്ന്, ഈ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് അതിനെ ജനറ്റിക്സ്, അതായത് പാരമ്പര്യം സ്വാധീനിക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഇപ്പം ക്രിയേറ്റീവായിട്ടുള്ള, ഇപ്പം നല്ല സംഗീതജ്ഞൻ, നല്ല രീതിയിൽ സംഗീതം അവതരിപ്പിക്കുന്ന ഒരു വ്യക്തി, ഒരു മ്യൂസീഷ്യൻ, അദ്ദേഹത്തിൻ്റെ മകനും ആ ഒരു മ്യൂസിക്കൽ ടെൻഡൻസി ജന്മസിദ്ധമായിട്ടുണ്ടാകും. അതൊരു പാരമ്പര്യ ഘടകമാണ്. ഇനി സർഗപരമായ പരിസരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്കൊരു വർക്ക് ചെയ്യണമെങ്കിൽ, ഇപ്പോൾ തോമസ് ആൽവ എഡിസൺ ഇത്രയും കണ്ടുപിടുത്തങ്ങൾ നടത്താൻ പറ്റുന്ന ഒരു സാഹചര്യമായിരുന്നില്ല എങ്കിൽ ഒരു പക്ഷെ അത് എന്ത് ചെയ്യില്ലായിരുന്നു, നടക്കില്ലായിരുന്നു. അപ്പോൾ പാരമ്പര്യ ഘടകങ്ങളും സർഗപരമായ പരിസരവും സർഗാത്മകതയെ സ്വാധീനിക്കുന്നു. ഇനിയും ഈ സർഗാത്മകതയുമായി ബന്ധപ്പെട്ട് ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ഒരു വ്യക്തിയാണ് ഗ്രഹാം വാലസ് എന്ന് പറയുന്ന ഒരു വ്യക്തി. ഈ ഗ്രഹാം വാലസിന്റെ അഭിപ്രായത്തിൽ സർഗാത്മകത 4 ഘട്ടങ്ങളിലൂടെയാണ് പ്രവർത്തിക്കുന്നത്. അതായത് 4 ഘട്ടങ്ങൾ ഉണ്ടാകും. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാൻ പോവുകയാണ്. ഇപ്പോൾ ഞാനാണ് ടെലിവിഷൻ കണ്ടുപിടിക്കാൻ പോകുന്നത് എങ്കിൽ, ടെലിവിഷൻ എന്ന് പറയുന്നത് ഒരു ക്രിയേറ്റീവ് വർക്കാണല്ലോ, ഈ 4 സ്റ്റേജിലൂടെ കടന്നു പോകും എന്നാണ് പറയുന്നത്. ഈ 4 സ്റ്റേജിലൂടെയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു സുപ്രഭാതത്തിൽ എണീറ്റിട്ടല്ല ഒരാൾ എന്ത് ചെയ്യുന്നത്, ഒരു ക്രിയേറ്റീവ് വർക്ക് ചെയ്യുന്നത്. കുറേ നാളത്തെ പരിശ്രമങ്ങളും ചിന്തകളും മറ്റുമൊക്കെ ഉണ്ടായിരിക്കാം അതിൻ്റെ പിന്നിൽ. അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് അത് ഏതൊക്കെ ഘട്ടങ്ങളിലൂടെയാണ് എന്നാണ് പറയുന്നത്. ആദ്യമേ സജ്ജീകരണമാണ്, പ്രിപ്പറേഷൻ ആണ് ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാൻ. അപ്പോൾ നമ്മൾ പുസ്തകങ്ങൾ വായിക്കാം, അല്ലെങ്കിൽ നേരത്തെ ആരെങ്കിലും അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് റെഫറൻസ് ആയിട്ട് എടുക്കാം. അറിയാവുന്നവരടുത്ത് ചില കാര്യങ്ങൾ ചോദിക്കാം, അത് അടുക്കും ചിട്ടയോടെയും എടുത്തു വെക്കാം. TV കണ്ടെത്താൻ വേണ്ട സാധനങ്ങളെല്ലാം ഇന്നൊക്കെ ആയിരിക്കാം എന്നുള്ള ഒരു മുഴുവൻ പ്രധാനമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് എന്ത് ചെയ്യുന്നു, സജ്ജീകരിക്കുന്നു. സജ്ജീകരിച്ചതിന് ശേഷം നോക്കുക, കുറെ കാലം എന്താണ് അത് അടയിരിക്കൽ, ഇൻക്യുബേഷൻ എന്നാണ് പറയുന്നത്. അതായത് ഈ സജ്ജീകരണങ്ങളൊക്കെ നടത്തിയിട്ട് കുറെ കാലം ഒരു ലാഗ് വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ കുറെ നാൾ മനസ്സിൽ ഇങ്ങനെ കൊണ്ടു നടക്കുമെങ്കിലും അതിനുവേണ്ടി പ്രവർത്തനങ്ങളൊന്നും എന്ത് ചെയ്യത്തില്ല, നടത്തത്തില്ല. കാരണം എല്ലാ ക്രിയേറ്റീവ് വർക്കുകളുടെ പിന്നിലും, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു നോവൽ എഴുതുന്ന ഒരാളാണ് എങ്കിൽ ആദ്യമേ നോവൽ എഴുതാൻ വേണ്ടിയുള്ള സാഹചര്യങ്ങളും സജ്ജീകരണങ്ങളും എല്ലാം ചെയ്യും. പക്ഷേ അത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ദിവസം കൊണ്ടങ്ങ് എഴുതി തീർക്കോ? ഇല്ല, എഴുതിക്കൊണ്ടിരിക്കുന്നു, ഇടയ്ക്ക് വെച്ച് സ്റ്റക്കായി കുറെ കാലം എന്ത് ചെയ്യാതിരിക്കും, എഴുതാതിരിക്കും, അല്ലെങ്കിൽ കുറെ കാലം അതിനുവേണ്ടി പ്രവർത്തിക്കാതിരിക്കും. അതിനെ ഇൻക്യുബേഷൻ പീരീഡ് എന്നാണ് പറയുന്നത്, അടയിരിക്കൽ എന്നാണ്. അത് പൂർണ്ണമായും പോകുന്നില്ല, പുതിയ ഐഡിയ കിട്ടാൻ വേണ്ടി, ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയ കിട്ടാൻ വേണ്ടി അതിങ്ങനെ ഉള്ളിൽ ഇരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പെട്ടെന്നാണ് കുളിച്ചപ്പോൾ അദ്ദേഹത്തിന് വീണ്ടും എന്തോ ഒരു ഐഡിയ കിട്ടുന്നത്. കുളിക്കാൻ നിന്നപ്പോൾ, അല്ലെങ്കിൽ അദ്ദേഹം നടക്കാൻ പോയപ്പോൾ, അല്ലെങ്കിൽ അദ്ദേഹം കൂട്ടുകാരുമായി ഇരുന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് അദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നു, ഒരു ഇല്ലുമിനേഷൻ, ഒരു ഇല്ലുമിനാറ്റി. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചെയ്താൽ അത് ഓക്കെ ആകുമല്ലോ. നിങ്ങൾക്കും പല ഘട്ടങ്ങളിൽ ഏതെങ്കിലും ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഇരുന്ന് ഒരു ക്രിയേറ്റീവ് വർക്ക് ചെയ്യാൻ നിങ്ങൾ ഇരിക്കുമ്പോൾ അത് സ്വാഭാവികമായിട്ടും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് കുറേ നാൾ ഇൻക്യുബേഷൻ പീരീഡിൽ ഇരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യും, അതിൻ്റെ ഐഡിയ സ്ട്രൈക്ക് ചെയ്യാറുണ്ട്. ചില ഘട്ടങ്ങളിൽ, എപ്പോൾ വേണമെന്നൊന്നുമില്ല, എപ്പോഴെങ്കിലും നിങ്ങൾക്ക് അതിൻ്റെ ഐഡിയ എന്ത് ചെയ്യാം, സ്ട്രൈക്ക് ചെയ്യാം. അതാണ് പ്രകാശനം എന്ന് പറയുന്നത്. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുന്നു, അതിനെ വിലയിരുത്തുന്നു. ഇതാണ് എന്തെന്ന് പറയുന്നത് ഈ ക്രിയേറ്റിവിറ്റിയുടെ 4 പ്രവർത്തന ഘട്ടങ്ങൾ എന്ന് ഗ്രഹാം വാലസ് പറയുന്നത്. ഇത് LPSC UPSCക്കും അതോടൊപ്പം തന്നെ കേറ്ററ്റിനും സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണ് എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക, കൃത്യമായി ഓർത്തു വെക്കുക. ഇവിടെ നോക്കുക, ഈ സർഗപരതയെ പരിപോഷിപ്പിക്കാനുള്ള നടപടികൾ. ഇവിടെ നോക്കുക, നിങ്ങൾ പ്രധാനമായും ബുദ്ധി എന്ന് പറയുന്ന ഒരു ആസ്പെക്ട് നമുക്ക് തന്നിട്ടുണ്ട്. ബുദ്ധി എന്ന് പറയുന്ന ഒരു ആസ്പെക്ട്, ബുദ്ധിയും സർഗാത്മകതയും ഒന്നാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. ഇപ്പോൾ IQ 170 ഉള്ള ഒരു വ്യക്തിയാകണം കണ്ടുപിടുത്തം നടത്തണമെന്ന് നമുക്ക് നിർബന്ധിക്കാൻ പറ്റുമോ? തോമസ് ആൽവ എഡിസൺ എന്ത് വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു?
അദ്ദേഹം ക്ലാസ്സിൽ ഒരു നല്ല പെർഫോമർ ഒന്നും അല്ലായിരുന്നു, വളരെ വളരെ മോശം പെർഫോം ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ബട്ട് അദ്ദേഹം ലോക ചരിത്രത്തെ തന്നെ മാറ്റിയ കണ്ടുപിടുത്തങ്ങൾ നടത്തിയില്ലേ? അപ്പൊ സ്വാഭാവികമായിട്ടും ബുദ്ധിയും സർഗാത്മകതയും ഒന്നല്ല എന്നുള്ള കാര്യം കൃത്യമായി മനസ്സിലാക്കുക. ബുദ്ധിയും സർഗാത്മകതയെ സ്വാധീനിക്കുമെങ്കിലും ബുദ്ധിയും സർഗാത്മകതയും ഒന്നല്ല. ബുദ്ധിയാണ് സർഗാത്മകതയുടെ പ്രധാനപ്പെട്ട ഘടകമെന്ന് നിങ്ങൾ ആരും വിശ്വസിച്ച് കളയരുത്. അങ്ങനെ ഒന്നും നമ്മൾ ചിന്തിച്ചു കളയരുത്. നമ്മുടെ ക്ലാസ് റൂമിലിരിക്കുന്ന കുട്ടികൾക്ക്, ക്ലാസ് മുറിയിലിരിക്കുന്ന കുട്ടികൾക്ക് നന്നായി പഠിക്കാൻ കഴിയാത്ത കുട്ടികൾ ഉണ്ടാകാം. പക്ഷെ അവരൊക്കെ ഇലക്ട്രോണിക് ഡിവൈസ് യൂസ് ചെയ്യുന്നതിലും അത് ഉണ്ടാക്കുന്നതിലും അത് നന്നാക്കുന്നതിലും ഒക്കെ അവർക്ക് കഴിവുണ്ടാകാം. അപ്പോൾ ബുദ്ധിയും എന്തും ഐക്യവും സർഗാത്മകതയും ഒന്നല്ല എന്ന് മനസ്സിലാക്കുക. സർഗാത്മകത പരിപോഷിപ്പിക്കാൻ നമ്മൾ നിരവധി പരിപാടികൾ നൽകും. അതിലൊന്നാണ് സൈനറ്റിക്സ് എന്ന് പറയുന്നത്. സൈനറ്റിക് തിങ്കിങ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. അതായത് പരസ്പര ബന്ധമില്ലാത്ത ഘടകങ്ങളെ പരസ്പരം യോജിപ്പിക്കാൻ നടത്തുന്ന ഒരു ക്രിയേറ്റീവ് പ്രോസസ്സാണ്, ഒരു സ്റ്റെപ്പാണ് എന്തെന്ന് പറയുന്നത് സൈനറ്റിക്സ് എന്ന് പറയുന്നത്. 1961 വില്യം ഗോർഡൻ പ്രിൻസ് എന്നിവർ വികസിപ്പിച്ചെടുത്ത ഒരു സ്റ്റെപ്പാണ് എന്തെന്ന് പറയുന്നത് സൈനറ്റിക്സ് എന്ന് പറയുന്നത്. സൈനറ്റിക്സ് എന്ന പുസ്തകം രചിച്ചത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രസിദ്ധീകരിച്ചത് വില്യം ഗോർഡൻ ആണ്. അത് ഓർത്തു വെക്കുക. നല്ലൊരു ചോദ്യമാണിത്. LPUPക്ക് വളരെ പ്രയോജനകരമാകും ഈ ഒരു പോയിന്റ്. പക്ഷേ കേറ്ററ്റിന് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയില്ല. അപ്പോൾ സർഗപരതയെ പരിപോഷിപ്പിക്കാനുള്ള നടപടികളാണ് സൈനറ്റിക്സ്. അതോടൊപ്പം തന്നെ അത് കണ്ടെത്തിയത് 1961 വില്യം ഗോർഡനും പ്രിൻസും ചേർന്നാണെന്നുള്ള കാര്യം ഓർക്കുക. എന്താണ് സൈന്റിഫിക് തിങ്കിങ് എന്ന് പറയുന്നത്? സംയോജിപ്പിക്കുക അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കുക എന്നതാണ് ഈ പദത്തിന് അർത്ഥം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ചോദ്യത്തിലേക്ക് തിരിച്ചു വരാം. എന്താണ് നമ്മുടെ ചോദ്യം? ഒന്നാമത്തെ പ്രസ്താവന എന്താണ്? ഒന്നാമത്തെ പ്രസ്താവന എന്ന് പറയുന്നത് സർഗാത്മകത പഠനത്തിൽ നിന്ന് മാത്രം ലഭിക്കുന്ന ഒരു പെരുമാറ്റ രീതിയാണ്. അപ്പോൾ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, ഒരിക്കലും പഠനത്തിൽ നിന്നും മാത്രം കിട്ടുന്നതല്ല സർഗാത്മകത എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ലോകത്ത് വലിയ വലിയ കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുള്ളവരും വലിയ വലിയ എഴുത്തുകാരായിട്ടുള്ളവരും വലിയ ക്രിയേറ്റീവ് പല മേഖലകളിൽ, സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ ഉണ്ടാക്കിയിട്ടുള്ള ആൾക്കാരൊന്നും പഠനത്തിൽ മിടുക്കരായിരുന്നില്ല. അത് പഠനത്തിലൂടെ മാത്രം ഉണ്ടാകുന്ന ഒരു കാര്യമല്ല. അത് ജന്മസിദ്ധമാണ്, അത് പരിസരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അത് ചില വ്യക്തികളിൽ വ്യക്തി അധിഷ്ഠിതമാണ്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് എന്നുള്ള കാര്യം നമുക്കറിയാം. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ? സർഗാത്മകതയും ബുദ്ധിയും നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഒരിക്കലുമല്ല, സർഗാത്മകതയും ബുദ്ധിയും നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമല്ല. സോ രണ്ട് സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. രണ്ട് പ്രസ്താവനകളും തെറ്റാണ് എന്നതാണ് ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരമായി വരുന്നത്. അപ്പോൾ കേറ്ററ്റിന് ഒരു ടോപ്പിക്ക് പഠിക്കുന്നു, ആ ടോപ്പിക്ക് തന്നെ LPUPക്കും പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ പ്രയോജനകരമാണ് LPUPക്ക് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. അത് രണ്ടും ഒരുമിച്ച് വരുന്ന ടോപ്പിക്കുകൾ ആയതുകൊണ്ട് തന്നെ വളരെ പ്രയോജനകരമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇതിന്റെ കണ്ടിന്യൂസ് നിരവധി ഭാഗങ്ങളുണ്ട്, അതൊക്കെ നമ്മൾ പിന്നീട് ചർച്ച ചെയ്യും. സോ നിങ്ങൾ എല്ലാവരും കേറ്ററ്റിന് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ LPUP ക്ലാസ്സുകൾക്ക് വേണ്ടി തയ്യാറെടുക്കേണ്ടി വരും ഭാവിയിൽ. അതുകൊണ്ട് കേറ്ററ്റിന് ഏറ്റവും ആഴമുള്ള ക്ലാസ്സുകൾ, വസ്തുതാപരമായ പഠനങ്ങൾ ഉപയോഗിക്കുക, ഉറപ്പാക്കുക. ഓൾ ദ വെരി ബെസ്റ്റ്. ലെറ്റ് മീ മീറ്റ് അഗൈൻ.